പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം അനാമികയുടെ ഉദ്ദേശം എന്താണെന്ന് കറക്റ്റ് അനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനി പറയുന്നുണ്ട്, നിൻ്റെ ഉദ്ദേശം എങ്ങനെയെങ്കിലും അനന്തപുരിയിൽ കടന്നുകൂടുക എന്നായിരുന്നു. അത് നീ സാധിച്ചെടുത്തു. ഇനി ഈ കുടുംബത്തിൻ്റെ അകത്ത് സ്നേഹത്തോടെ ഒരുമയോടെ കഴിയുന്നവരെ തമ്മിൽ തല്ലിക്കുക, അതാണ് നിൻ്റെ അടുത്ത ലക്ഷ്യം. അതും നീ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം എന്ന് അനി പറയുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അനാമികയ്ക്ക്. പിന്നീട് ജലജയും അഭിയും കാണിക്കുന്നുണ്ട്. ജലജ അഭിയോട് പറയുന്നുണ്ട്, നവ്യയോട് നല്ല ദേഷ്യമുണ്ട് അനാമികയ്ക്കും അവളുടെ അമ്മയ്ക്കും. അതുകൊണ്ട് അവരെ നല്ല രീതിയിൽ ഒന്ന് ചൂട് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തന്നെ നവ്യയുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കിക്കോളും. നമ്മൾ ചുമ്മാ ഒന്നും കണ്ടില്ല എന്ന് നടിച്ചങ്ങ് മാറി നിന്നാൽ മതി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അവരുടെ തലയിലേ കിടക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ അഭിക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവർ പറഞ്ഞതുപോലെ തന്നെ വേണുവാണെങ്കിൽ വേറെ എന്തോ സാധനം, ഇന്നാൾ വയറിളക്കാനുള്ള പൊടിയാണ് കൊണ്ടുവന്നതെങ്കിൽ വേറെ എന്തോ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അതിനെപ്പറ്റിയുള്ള വിശദീകരണം പറഞ്ഞു കൊടുക്കുവാണ് അനാമികയ്ക്കും രേവതിക്കൂടെ. ഇത് നല്ല വീര്യം കൂടിയ സാധനമാണ്, അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇത് കഴിച്ച് ശരീരത്ത് വ്യാപിച്ചു കഴിഞ്ഞാൽ അത് കഴിച്ചവൻ്റെ കാര്യം പോക്കാണ്. കുറഞ്ഞതൊരു 2 ആഴ്ചയെങ്കിലും കിടന്നു പോകും. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് വേണു. അത് മിക്കവാറും നമ്മുടെ ദേവയാനിക്ക് കിട്ടാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ദേവയാനിക്ക് തന്നെ കിട്ടണം. ഒരു 2 ആഴ്ച ആ കിടന്ന് കിടപ്പങ്ങ് കിടക്കണം. അന്നേരം ഈ നയനയുടെ വില മനസ്സിലാവുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഏതായാലും മാറി വേറെ റൂമിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നയനയ്ക്കും ആദർശനും രാത്രി ഉറക്കം പോലും വരുന്നില്ല. ആദർശ് എഴുന്നേറ്റ് ആകപ്പാടെ ഉറക്കം വരാതെ വീർപ്പുമുട്ടലോടെ ഇരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നയനയുടെ അവസ്ഥ. പിന്നീട് നമ്മുടെ നവ്യയും അഭിയും കാണിക്കുന്നുണ്ട്. നവ്യനെ തീർക്കാൻ അവർ മതി, ഇനി നമ്മുടെ അനാമികയും രേവതിയും മതി എന്ന് തോന്നിയതുകൊണ്ടാവാം ഭയങ്കര സ്നേഹപ്രകടനമാണ് നവ്യയോട് അഭി മാലയിട്ടേക്കുവാണ്, വ്രതത്തിലാണ്. എന്നിട്ടും ചേർത്ത് കെട്ടിപ്പിടിക്കുന്ന അഭിയും നവ്യയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.